ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് ഏസ് ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഒരു ന്യൂ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ന്യൂ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷനിലായിരിക്കാം, നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തിയായിരിക്കാം. എന്തൊക്കെയായാലും ഇപ്പോൾ അവർക്ക് മാറ്റം വന്നിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ന്യൂ കണക്ഷൻ വേണമെന്ന് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഹൃദയം എന്ന് പറയുന്നത് നിങ്ങളിലേക്കാണ്. അവേക്കനിങ് എന്നാണ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് നിങ്ങളുടെ പേഴ്സണ് ന്യൂ ഫൗണ്ടഡ് ഇമോഷൻ എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്കാണ്. അവർ ഹൃദയം തുറക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സെക്കൻഡ് കാർഡ് 6 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ്. നൊസ്റ്റാൾജിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. റീകണക്റ്റിംഗ് വിത്ത് പീപ്പിൾ ഫ്രം ദി പാസ്റ്റ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. നിങ്ങളെ അവർ ഓർത്തെടുക്കുന്നു. നിങ്ങളുമായിട്ടുള്ള നിമിഷങ്ങൾ അവർ ആഗ്രഹിക്കുന്നു. വീണ്ടും അതുപോലെ ഒരു നിമിഷം വരാനായിട്ട് അവർ അതിയായി ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളെ മറക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവർ പഴയ കാര്യങ്ങൾ, പാസ്റ്റിലുണ്ടായ നിങ്ങളുമൊത്തുള്ള നിമിഷങ്ങൾ ഓർത്തെടുക്കുകയാണ്. അവർ വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നതും നിങ്ങളിലേക്ക് വരുവാനാണ്. അവർ ചിന്തിക്കുന്നത്, പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവർ ചിന്തിക്കുന്നത് അവർ വളരെ സന്തോഷവാനോ സന്തോഷവതിയോ ആയിട്ടിരുന്നിട്ടുള്ളത് പാസ്റ്റിലാണ്. അവർക്ക് സമാധാനം കിട്ടിയിട്ടുള്ളത് പാസ്റ്റിലാണ്. നിങ്ങളുമൊത്തുള്ള പാസ്റ്റിലാണ് അവർ വളരെയേറെ സന്തോഷിച്ചിട്ടുള്ളത് എന്ന് അവർക്ക് ഫീൽ ചെയ്യുകയാണ്. ഇവിടെ നെക്സ്റ്റ് കാർഡ് 3 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ എനർജിയാണ്. ഒരു സെലിബ്രേഷനെയാണ് കാണിക്കുന്നത്. ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഫ്രണ്ട്ഷിപ്പിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ സിബ്ലിങ്സ്, കൊളീഗ്സ് ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു ഗെറ്റ് ടുഗദർ പോലെ ഈ കാർഡ് മീൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ എത്രയും വേണ്ടപ്പെട്ട ഏതോ വ്യക്തികളുമായിട്ടുള്ള ചെറിയൊരു കൂടിക്കാഴ്ചയായിട്ടും ഈ കാർഡ് മീൻ ചെയ്യുന്നുണ്ട്. ഫോർത്ത് കാർഡ് ക്യൂൻ ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ ചിന്ത തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളൊരു തോട്ട് ലീഡർ ആണെന്ന് പറയുന്നു. നിങ്ങൾ വളരെയേറെ ചിന്തിക്കുന്നുണ്ട്. ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഒരുപാട് ചേസ് ചെയ്തിട്ടുണ്ട്. അവരെക്കുറിച്ച് ഓർത്തെടുക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും നിങ്ങൾക്കൊരു മാറ്റം ഇപ്പോൾ വന്നിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യാണ്. ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെയേറെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ഒരുങ്ങുന്നതായിട്ടാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ എക്സലന്റ് കമ്മ്യൂണിക്കേറ്റർ ആണ് യൂണിവേഴ്സ് പറയാണ്. നിങ്ങൾ സത്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ശരികളെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്തുകൊണ്ടും നിങ്ങൾ ചിന്തിച്ചു തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നതെങ്കിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണ്. നിങ്ങൾക്കുണ്ടായ അനുഭവം, നിങ്ങൾ പാസ്റ്റിൽ എന്തായിരുന്നു, പ്രസന്റിൽ എന്താണ്, ഫ്യൂച്ചറിൽ നിങ്ങൾ എങ്ങനെയാകും എന്നുള്ള ഒരു ഡിസിഷനെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തി ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നു. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ എപ്പോഴും നല്ല ഉദ്ദേശത്തോടു കൂടെയാണ്. ബീയിങ് ഡയറക്റ്റ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥതയെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയുമാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളിലെ ഇന്റലിജൻസിനെയാണ് ഇവിടെ ഈ കാർഡ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് വൺസ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. ഒരു ട്രാവലിങ്ങിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അവർ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. കുറച്ച് ദിവസത്തേക്കുള്ള യാത്ര, അതിനുവേണ്ടി തയ്യാറെടുപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കരിയറുമായി ബന്ധപ്പെട്ടൊരു കാര്യമാകണം. ഒരു യാത്രയാണ് കാണിക്കുന്നത്. അവരുടെ എന്തൊരു കാര്യത്തിൽ അവർ പ്രയോറിറ്റി കാണുന്നുണ്ട്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയായിരിക്കണം, ട്രാവലിംഗ് ആയിരിക്കണം എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഒരുപാട് ബേർഡൻസ് അവർ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അവർ ഒരുപാട് ബേർഡൻസ് അനുഭവിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട്, യൂണിവേഴ്സിനോട് ഹെൽപ്പ് അപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അവർ വളരെയേറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, വളരെയേറെ ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും അവർക്ക് യാത്രയുടെ ആവശ്യകതയുണ്ട്. അവർ ട്രാവലിങ്ങിന് ഒരുങ്ങാണ്. നെക്സ്റ്റ് കാർഡ് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു എൻഡ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റീബർത്താണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു.
ഇവിടെ ഒരുപാട് പാഠങ്ങൾ പഠിച്ച, ഒരുപാട് ബേർഡൻസ് അനുഭവിച്ച ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് ഇവിടെ പറയുന്നു. നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകളെ തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അവരിലെ ന്യൂ ഐഡിയ ആണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഒരു ക്ലാരിറ്റി റിലേഷൻഷിപ്പിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ മെമ്മറി ഓർ തോട്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവരുടെ ചിന്തകളെ, അവരുടെ പ്രവൃത്തികളെ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഒരു എൻഡ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റീബർത്ത് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവരുടെ സമയമാണ്, അവരുടെ തീരുമാനത്തിനാണ് ഇവിടെ വാല്യൂ. അവർ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള കറക്റ്റ് ചിന്തകളെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർക്ക് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നല്ലൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ ഇടപെടൽ മൂലമായിരിക്കണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയത്. എന്നാൽ അവരുടെ ചിന്തകൾ, അവർ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ അവർക്കൊരു ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. ബ്രില്യൻറ്റ് മൊമെന്റ് ഓഫ് ക്ലാരിറ്റി എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനുള്ള എല്ലാ രീതിയിലുള്ള തീരുമാനവും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അവർ ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. 9 ഓഫ് പെന്റക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന പുരോഗതി, നിങ്ങൾക്ക് വരുന്ന അബണ്ടൻ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങി വരവാണ് ഇവിടെ കാർഡ്സിലൂടെ പറയുന്നത്. നിങ്ങൾക്ക് ഒരു മെസ്സേജിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവും. 9 പെന്റക്കിൾ നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളിലേക്കുള്ള സാധ്യതകളെ, നിങ്ങൾക്കുള്ള അബണ്ടനെ, യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ്, ഇതൊക്കെ തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് കാണിക്കുകയാണ്. ഉറപ്പാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കിട്ടിയിട്ടുണ്ട്. യൂണിവേഴ്സ് തന്നെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് കാർഡാണ്. അവരുടെ ഇമോഷൻ, അവരുടെ ഫീലിങ്സ് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു, ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. കറന്റ് ഫീലിംഗ് ആണ്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ക്ലാസിക് റൊമാൻറ്റിക് ഫീലിങ്സ് അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ഒരു പാഷനേറ്റ് സോളായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അൺകണ്ടീഷണൽ ലവ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സീക്കിംഗ് കണക്ഷനെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നു. ഒരു അവസരത്തിനായിട്ട് അവർ വെയിറ്റ് ചെയ്യാണ്. നിങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരു സംശയം അവർക്കുണ്ട്. കാരണം അവരാണ് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്. അവരാണ് ഒരു ആക്ഷൻ എടുക്കാതെ ഡിലേ വരുത്തിയിട്ടുള്ളതും. അപ്പോൾ അവരുടെ തിരിച്ചുവരവെന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു ടെൻഷൻ അവർക്കുണ്ട്. എങ്കിൽ കൂടിയും അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളിലേക്കാണ്. നിങ്ങളുമൊത്തുള്ള ബ്രില്യൻറ്റ് ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളോട് വളരെയേറെ സ്നേഹം തോന്നാണ്. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടി നമുക്ക് ഒറക്കിൾ കാർഡോട് എടുക്കാം. അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നോക്കാം. 3 കാർഡാണ് നമുക്ക് ഒറക്കിൾ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഒറക്കിൾ ഡെക്ക് കിട്ടിയിട്ടുള്ളത്. റിയൂണിയൻ ആണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരുമിച്ച് തന്നെയാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങൾക്ക് അകലാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ഒന്നാവേണ്ടവർ തന്നെയാണ്. ആ ഒരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുമൊത്തുള്ള ബ്രില്യൻറ്റ് ഫ്യൂച്ചർ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് അൺവർത്തി എന്നാണ് പറയുന്നത്. യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. എന്നെക്കാളും മികച്ചൊരു വ്യക്തി നീ മാത്രമാണെന്ന് അവർ പറയുകയാണ്. അവർ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നവർ തിരിച്ചറിയുക തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ആ ഒരു റിയലൈസേഷൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിൽ വന്നിട്ടുള്ളത്. അത് തന്നെയാണ് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് കാർഡ് എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് പകരം വെക്കാനായിട്ട് വേറെ ആരുമില്ല എന്നുള്ള തിരിച്ചറിവ്. ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്. നിങ്ങൾക്ക് പകരമാവാൻ ആരുമില്ല എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയതിൻ്റെ റീസൺ നിങ്ങൾക്കറിയാം. ഏതൊക്കെ വ്യക്തികളുടെ ഇടപെടലാണെന്ന് നിങ്ങൾക്കറിയാം. അവർക്ക് ചുറ്റുപാടും ഒത്തിരി പേര് ഉണ്ടെങ്കിൽ കൂടിയും അവർക്ക് ഓപ്ഷൻസും ഉണ്ടായിട്ടുണ്ടാവാം. എങ്കിൽ കൂടിയും അവർ മനസ്സിലാക്കുന്നത് വേറെ എവിടെയും നിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല, കിട്ടിയിട്ടില്ല എന്നൊക്കെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ തോന്നുന്നത്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ ബോധവാന്മാരാണ്. അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുമൊത്തുള്ള ഫ്യൂച്ചർ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമൊത്തുള്ള ബെറ്റർ ലൈഫാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് തന്നെയാണ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക, സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളെ തന്നെ സ്നേഹിക്കാനാണ് യൂണിവേഴ്സ് ആദ്യം പറയുന്നത്. നമ്മൾ നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മൾക്ക് മാറ്റം തന്നെയാണ് വരുന്നത്. നമ്മളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് വരുന്നത്. നിങ്ങളുടെ പേഴ്സണ് മാറ്റം വന്നിട്ടുണ്ട്. അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്.
ഒരു തിരിച്ചറിവ് വന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു റീയൂണിയൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.